മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. അതിരാവിലെ തിരുവല്ല ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ചാണ് തെളിവെടുത്തത്. രാഹുലിനെ പാലക്കാട് എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടെന്നാണ് നിലവിലെ തീരുമാനം. എന്നാൽ ചോദ്യം ചെയ്യലുമായി രാഹുൽ സഹകരിക്കുന്നില്ല. നിർണായക തെളിവുകളുള്ള ഫോണിന്റെ പാസ്വേഡ് നൽകാനും രാഹുൽ തയ്യാറായിട്ടില്ല. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ചോദ്യം ചെയ്യലിൽ രാഹുലിന്റെ നിസ്സഹകരണം SIT കോടതിയെ അറിയിക്കും. കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയതിന് പിന്നാലെ ഇന്ന് പുലർച്ചെയാണ് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെളിവെടുപ്പിന്റെ ഭാഗമായി തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചത്. 20 മിനിറ്റ് സമയമാണ് ഈ ഹോട്ടലിൽ ചെലവഴിച്ചത്. ആ ഹോട്ടലിൽ രാഹുൽ BR എന്ന പേരിൽ രജിസ്റ്ററിൽ രാഹുലിന്റെ പേരും കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന രജിസ്റ്റർ നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയതാണ്. അവിടെ വെച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അവിടെ താൻ യുവതിയുമായി കണ്ടത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എത്തിയത് എന്ന് മാത്രമാണ് രാഹുൽ മറുപടി നൽകിയത്. അതിനുശേഷം അന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കാത്ത ഒരു നിലപാടാണ് രാഹുലിന്റേതെന്നാണ് SIT നൽകുന്ന സൂചന. ഫോൺ കോടതിയിൽ ഹാജരാക്കുന്നതിനായി ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടപ്പോൾ രാഹുൽ അതിന്റെ ആവശ്യമില്ല എന്ന മറുപടിയാണ് നൽകിയത്. അതായത് ഫോൺ അൺലോക്ക് ചെയ്ത് മാത്രമേ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റാൻ കഴിയൂ. അതിനുവേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം അത്തരമൊരു ആവശ്യം മുമ്പോട്ട് വെച്ചത്. പക്ഷേ അതിന്റെ ആവശ്യമില്ല എന്ന നിലപാട് രാഹുൽ സ്വീകരിക്കുകയായിരുന്നു. അതിനുശേഷം ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അടിസ്ഥാനമുണ്ടോ എന്ന അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങളോട് യുവതി എന്റെ സുഹൃത്താണ് എന്ന് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്ന മറുപടി. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ച ഓരോ പരാതിക്കാർ രംഗത്ത് വരുമ്പോഴും അവരുടെ സുഹൃത്താണ്, നല്ല സുഹൃത്താണ് എന്ന വാചകം ആദ്യഘട്ടം മുതൽ രാഹുൽ ആവർത്തിക്കുന്നതാണ്. അതേ വാചകം വീണ്ടും ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടും രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ആവർത്തിച്ചിരിക്കുകയാണ്. മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദാംശങ്ങൾ തേടുമ്പോൾ അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ എന്ന മറുപടിയാണ് ലഭിക്കുന്നതെന്നാണ് SIT നൽകുന്ന സൂചന. അതായത് അതല്ലേ നിങ്ങളുടെ പണി, നിങ്ങളത് അന്വേഷിച്ച് കണ്ടെത്തിക്കോളൂ എന്ന് മാത്രമാണ് രാഹുൽ പറയുന്നത്. അതിനപ്പുറത്ത് ഒരു തരത്തിലും ഈ അന്വേഷണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എന്നാണ് SITയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ നിസ്സഹകരണം സംബന്ധിച്ച് നാളെ ജാമ്യാപേക്ഷ അടുത്ത ദിവസം പരിഗണിക്കുമ്പോൾ കോടതിയിൽ കൃത്യമായി പ്രോസിക്യൂഷൻ കാര്യങ്ങൾ അറിയിക്കും. അതായത് ഈ ഫോൺ അൺലോക്കാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകുന്നില്ല എന്ന കാര്യവും കോടതിയെ അറിയിക്കാൻ ഒരുങ്ങുകയാണ്. അങ്ങനെയെങ്കിൽ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അടുത്ത ദിവസം ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ രാഹുലിനെതിരായ പ്രധാനപ്പെട്ട വാദമുഖങ്ങളായി പ്രോസിക്യൂഷനും അതോടൊപ്പം പോലീസും സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ട് ഇതുതന്നെയായിരിക്കും. എന്തായാലും പാലക്കാട് എത്തിച്ചുള്ള പരിശോധന ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ പരിശോധന നടത്താനുള്ള ഒരു നീക്കം അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. തെളിവുകൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് അത്തരം നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കാത്ത നിലപാട് രണ്ടാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.